ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്കൊരു വെള്ളക്കടല വെച്ചിട്ട് റെസിപ്പി തയ്യാറാക്കാം. ഞാനിത് 3 മണിക്കൂർ കുതിർത്തി വെച്ച് 3 വിസിലേൽപ്പിച്ച് വേവിച്ചെടുത്ത കടലിന് വെള്ളം ഇല്ലാതെ അത് ഞാൻ 1/4 കിലോനാണത്. അതുപോലെ 1.5 സവാള മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയുടെ ദശ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി വലിയ ചെറുനാരങ്ങയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വെള്ളക്കടല സലാഡാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഉപ്പിട്ട് വേവിച്ച വെള്ളക്കടലയാണത്. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ഇടുക. കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ സ്പൂണ്, കൂടുതലാവണ്ട. അങ്ങനെ നമ്മുടെ വെള്ളക്കടല നമുക്കത് കൈ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം കൈ വെച്ചൊന്ന് പതുക്കനെ തിരുമ്പി കൊടുക്കാം. ഇങ്ങനെ ഞെരടി കൊടുത്താൽ ഇങ്ങനെ ഞെരടിയരുത്, നന്നായിട്ട് തിരുമ്പി ഒന്ന് പിഴിയരുത്. ഇതുപോലെ ഒന്ന് കൈ വെച്ച് പതുക്കനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി റെസിപ്പി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് കട്ടൻ ചായക്കോ അതിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനോ ഒക്കെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മറ്റേ കറുത്ത കടലിലും ഉണ്ടാക്കാൻ പറ്റും, വെള്ളക്കടലിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളക്കടലിലാണ് ചെയ്യാറ്. വെള്ളക്കടല നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ വിളമ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു സലാഡ് തയ്യാറായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അധികം ചിലവില്ലാത്തൊരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് കാണുക, എല്ലാവരും സപ്പോർട്ട് തരിക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഇൻഷാ അല്ലാഹ്.